ചെല്ലട്ടെ, ഈ ഗിഫ്റ്റ് കൊടുക്കട്ടെ സഞ്ജനയ്ക്ക്. ശരി, താൻ ചെല്ല. ഹായ് സഞ്ജന. ഓ ഇവളോ? ഹായ്, താ ഗിഫ്റ്റ്. ഓ താങ്ക്സ്. നിന്റെ ഏട്ടൻ പോയോ? പോയി. എങ്കിൽ ചെല്ല. തനിക്ക് വെള്ളം വല്ലതും വേണോ? താൻ കുറെ നേരം ആയില്ല ഇരിക്കുന്നു. എനിക്ക് വേണ്ട, വേണമെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം. അത് പറ്റില്ല സഞ്ജന, ഞാൻ എടുത്തോണ്ട് വരാം. ശരി. സഞ്ജന. അയ്യോ സഞ്ജന, സോറി, അറിയാതെ. മാറിപ്പോ. എന്താ പറ്റി? കൃഷ്ണ എഴുന്നേക്ക. എന്താ മോളെ ഇങ്ങനെ? ചെയ്യട്ടെ, നോക്ക്, ഇവളെന്നെ ഡ്രസ് ജ്യൂസ് ഒഴിച്ച് നശിപ്പിച്ചു. അയ്യോ സഞ്ജു, എന്താ എവിടെ? മോളെ ഈ ദിവസം തന്നെ ഇങ്ങനെ കരയാതെ. മോളെ കരയാതെ. ഈ കൊച്ചെ നിനക്ക് കണ്ണു കാണില്ലായിരുന്നു. സോറിയോ? ഏട്ടാ പോട്ടെ, ആ കുട്ടി അറിയാതെ അല്ലേ, പോട്ടെ. മോൾക്ക് വേറെ ഡ്രസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊടുക്കാം. അത് വാ സഞ്ജു, വാ, ഏട്ടൻ എടുത്ത് തരാം ഡ്രസ്. കൃഷ്ണന്തു, താൻ ടെൻഷൻ ആകണ്ട, താൻ അങ്ങോട്ട് ഇരുന്നു, ഞാനിപ്പോ വരാം. മോളെ പോട്ടെ. എന്റെ ഫേവറേറ്റ് ഡ്രസ് അവൾ അറിഞ്ഞുണ്ടായിരിക്കും. ആരവളെ ഇങ്ങോട്ട് വിളിച്ചത്? മോളെ അറിഞ്ഞോണ്ടൊന്നും ആകില്ല. ഞാനാ കൃഷ്ണേന്ദുവിനെ വിളിച്ച് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറാൻ. വഴക്ക് മാറാനും അതേ ജന്മത്ത് മാറാൻ പോകുന്നില്ല സഞ്ജു. ജയ്, ഞാൻ അറിഞ്ഞോണ്ടല്ല, എന്റെ കാലെവിടെയോ തട്ടിയപ്പോ. എനിക്കറിയാൻ കിച്ചു, അത് പോട്ടെ. സഞ്ജനയ്ക്കിപ്പോ ഒന്നുകൂടെ എന്നോട് ദേഷ്യമായി കാണുമല്ലേ ജയ്? ഹേയ് ഇല്ല. സോറി ജയ്. അത് ഇവിടെ കിച്ചു, സാരമില്ല. ഇവളും തമ്മിൽ എന്താ? ഹേ ജയ്, ഇവൻ കിച്ചു, താൻ പൊക്കോ, പുറത്തു നിന്നാ മതി, ഞാൻ ഡ്രോപ്പ് ചെയ്യും. കൊള്ളാമല്ലോ ഒരു പൊടി. ജയ്, ആ കൊച്ചേതാ? അത് നീ അറിയുന്ന എന്തിനാ? ദേഷ്യപ്പെടാതെ ജയ്, ഞാനൊന്ന് ചോദിച്ചേ. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ആ പെങ്കൊച്ചുമായിട്ട് എന്താ ഒരു ചുറ്റിക്കളി? ഞാൻ ആരുമായിട്ട് വേണമെങ്കിലും നടക്കും, അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീ ഇവിടെ പാർട്ടി കൂടാൻ വന്നതാണെങ്കിൽ മിണ്ടാതെ പാർട്ടി കൂട്ടിയിട്ട് പോ. അതിന്റെ ഇടയ്ക്ക് നീ എന്നെ ഭയപ്പിക്കാൻ വേണ്ട, കേട്ടല്ലോ? നീ പൊക്കോടാ, നിന്റെ കാമുകയാണ് അവൾ. എന്തായാലും സൂപ്പർ വെള്ളം. കിച്ചു, താൻ വാക്കാറ്. അതെന്റെ കസൻ. എന്തിനാ എന്നെ അങ്ങനെ നോക്കിയേ? എങ്ങനെ? വല്ലാത്തിട്ട്. എന്താ ഇത്? എവിടെ പോവാ? അവനെ ഞാൻ വെച്ചേക്കില്ല. ചിലപ്പോ തോന്നിയതാവും. പോകണ്ട ജയ്, പ്ലീസ്. കിച്ചു, വിട്, മാറിക്ക്. ജയ് പ്ലീസ്, വേണ്ട. വിട് കിച്ചു, പ്ലീസ് ജയ്, പ്ലീസ്. ഒരു സീൻ ആക്കണ്ട. വാ ജയ്, പോകാം. ശ്രാവൺ, എന്താ ഏട്ടാ? നാളെ കുറച്ച് യൂറോപ്യൻ പാർട്ടീസ് വരും, അവരെ ഡീൽ ചെയ്യണം. പിന്നെ സീക്രട്ട് മീറ്റിംഗ് അയക്കണം. ഫോൺ കോളൊന്നും വേണ്ട, നേരിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരാം, കാണാം. ആ പണിക്കരോട് പറഞ്ഞേക്ക്. ശരി ഏട്ടാ. എന്താ ഏട്ടാ ടെൻഷൻ? ഈ യൂറോപ്യൻ പാർട്ടീസ് ഡീലിങ്സ് എഗ്രി ആയാൽ നമുക്ക് വരാൻ പോകുന്നത് ഒരു വമ്പൻ നേട്ടമാണ്. മറിച്ചായാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിനപ്പുറം നഷ്ടം സംഭവിക്കും. അവരുടെ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാം അവർ ഫ്രീസ് ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ മീറ്റിംഗ് സക്സസ് ആവണം. എന്തു വന്നാലും യാതൊരു കാരണവശാലും ഹരികൃഷ്ണൻ ഇതറിയാൻ ഇടയാവരുത്. അറിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയേട്ട. ഈ ഡീലിങ്സ് പോലീസ് കേസായ വലിയ പ്രോബ്ലമാണ്. അതുകൊണ്ട് എന്ത് വന്നാലും ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ശരി ഏട്ടാ.
What's your opinion about our deal? Nation one is okay for me. What is the need of the other one? It's not the easily possible, is it? Can approve you, Jeff. Well, if you are that much confident, then I will go for it. Don't move. Hare Krishna, police. What is this shit? Did you actually vote us? Shut up, you. നിന്റെയൊക്കെ ഡീലിങ്സ് കള്ളക്കടത്തും കത്തിക്കൊപ്പം കൊണ്ട് നോട്ട് ഓടിക്കാൻ വിദേശത്തുനിന്നും ആൾക്കാരെ വരുത്താനും നീ മടിക്കില്ല എനിക്കറിയാൻ വരുന്നത് ഇതാ എന്റെ ഊഹ തെറ്റിയില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞങ്ങൾ നടത്തിയ ഓപ്പറേഷനാണോ ഇത്? നീയാണ് ഇതിന്റെ ഒക്കെ പിന്നിലെന്ന് പണ്ടേ എനിക്കറിയാമായിരുന്നു സിദ്ധാർത്ഥ്. ബട്ട് നിനക്ക് മുകളിലുള്ള പിടി കാരണമാണ് ഇത്രയും നാളും നീ രക്ഷപ്പെട്ടു പോയത്. ഹരികൃഷ്ണൻ, നീ തീക്കൊള്ളിക്കൊണ്ടാണ് കളിക്കുന്നത്. ഏത് തീ വെള്ളമൊഴിച്ച കെടുമെന്ന് അറിയില്ലേ സിദ്ധാർത്ഥ്? അശ്വിൻ, എല്ലാത്തിനും എടുത്ത് ജീപ്പിലിട. സിദ്ധാർത്ഥ്, കേറ്. ഏട്ടാ, എന്താ ഏട്ടാ? ജയ്, നീ ടെൻഷൻ ആകണ്ട. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ വരും. പിന്നെ സഞ്ജു ഇതൊന്നും അറിയണ്ട. ഏട്ടാ, ഞാൻ ഹരികൃഷ്ണനോട് ഒന്ന് സംസാരിക്കട്ടെ. വേണ്ട ജയ്, അവനുള്ളത് ഞാൻ ഇറങ്ങുമ്പോൾ കൊടുത്തോളാം. നീ പോകട്ടെ. മോളൊറ്റയ്ക്ക് ആൾ പേടിക്കും. ചേട്ടനെ കണ്ടു കഴിഞ്ഞെങ്കിൽ പോകാം. പൊക്കോ ജയ്. കിരൺ, നാളെ തന്നെ കൂട്ടിലേക്ക് മൂവ് ചെയ്യണം. എല്ലാം വേഗത്തിൽ വേണം. ശ്വാസം വിടാനുള്ള ടൈം കൊടുത്താൽ ആ ടൈം കൊണ്ട് ഇവന് കേസിൽ നിന്നും രക്ഷപ്പെടും. സർ, ഒരു പ്രശ്നമുണ്ട്. എന്താ ബി? ഈ ഡീലിങ്സും കോൺട്രാക്റ്റും എല്ലാം സഞ്ജനയുടെ പേരില്ല. പ്രത്യക്ഷത്തിൽ സഞ്ജന ഇല്ലെങ്കിലും സഞ്ജനയുടെ കൺസെന്റ് ലെറ്റർ കൂടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒരു തെളിവാകും. അങ്ങനെയാകുമ്പോൾ ഈ സിദ്ധാർത്ഥൊക്കെ വെറും ഇടനിലക്കാർ മാത്രമെന്നേ വരൂ. എബി, താനെന്തേ പറഞ്ഞു വരുന്നത്? അതെ സർ, കേസ് വരുമ്പോൾ സഞ്ജനയായിരിക്കും മെയിൻ പ്രതി. കോർട്ടിൽ സഞ്ജനയ്ക്കെതിരെ കേസ് മുന്നോട്ട് പോകാൻ പറ്റും. സിദ്ധാർത്ഥും ശ്രാവണും ഇടനിലക്കാരെന്നേ വരൂ. അപ്പോൾ നമ്മൾ സഞ്ജനയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. വാട്ട്? ഹായ്, താനിങ്ങോട്ട് വന്നേ. പരാശം, EP പറഞ്ഞത് വെച്ച് നോക്കിയ സഞ്ജനയാണ് ഈ കേസിലെ മുഖ്യപ്രതി. അപ്പോൾ അവളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ നീ തീരുമാനിച്ചത്? അതിപ്പോ ആ പെൺകൊച്ച് ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല. അതാ ഞാനും പറഞ്ഞു വന്ന്. ആ ഒന്നും അറിയാത്ത കൊച്ചിനെ അറസ്റ്റ് ചെയ്ത അതിന്റെ ലൈഫ് തന്നെ പോകും. നമ്മുടെ ഡ്യൂട്ടിയിൽ സെന്റിമെന്റ്സ് പാടില്ലാന്ന്. എന്നാലും ഇത് ശരിയാ. ഒന്നും അറിയാത്ത പെങ്ങളുടെ പേരിൽ തന്നെ വേണം ഇവന്മാരുടെയൊക്കെ അഴിഞ്ഞാട്ടം. അശ്വിൻ, എന്തായാലും ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും പെറ്റി കേസ് ചുമത്തി ആ സിദ്ധാർത്ഥന്റെ ഗുണ്ടകളെ അകത്താക്കിയിട്ട് അവനെ പറഞ്ഞുവിടും. അങ്ങനെ സാറിന്റെ ഫോട്ടോയിൽ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. എന്റെ മനസ്സ് സാറിനോട് പറയണം. ബട്ട് എനിക്ക് പേടിയാ. അപ്പൊ എന്ത് ചെയ്യും? ഏട്ടന്മാരോട് പറഞ്ഞാലോ? അതാ നല്ലത്. ഏട്ടന്മാരോട് പറയാം. ഏട്ടാ, എന്താ കൊച്ചേട്ടനും വലിയേട്ടനും വീട്ടിൽ വരാഞ്ഞേ? അത് മോളെ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മോളെ. വലിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മോളെ, നമുക്ക് പിന്നെ അതൊക്കെ സംസാരിക്കാം. ഏട്ടൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ. ഏട്ടാ, എന്താ ഏട്ടാ ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത്? ശ്രാവൺ, ഹരി, അവനെ ഇനി വെറുതെ വിട്ടുകൂടാ. അവൻ നമ്മുടെ മോളെ രക്ഷിച്ചെന്നുള്ള കൺസിഡറേഷൻ ഇനി കൊടുക്കണ്ട. അതിന്റെ ആവശ്യം ഇനിയില്ല. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ മതി ഏട്ടാ. കൊന്നു കുഴിച്ചു മോഷണം. വലിയേട്ടാ, എന്തൊക്കെ പറയുന്നേ? അതെ, അതാണ് വേണ്ടത്. ഇന്നലെ സംഭവിച്ചത് നിനക്കും അറിയാവുന്നതല്ലേ സഞ്ജയ്? നമ്മുടെ മോളെ അവർ അറസ്റ്റ് ചെയ്തില്ലല്ലോ ഏട്ടാ. അതെന്നെ ഏട്ടൻ ചിന്തിക്കാത്ത? എല്ലാ തെളിവും ഏട്ടനെതിരായിട്ടും എന്തുകൊണ്ട് കേസ് ആക്കിയില്ല എന്ന് ചിന്തിക്കാത്ത എന്താ ഏട്ടാ? എനിക്കൊന്നും കേൾക്കണ്ട ചെയ്. അവനെ ഇവിടുന്ന് പോകണം. എനിക്കതാ വേണ്ടത്. ശ്രാവൺ, എത്രയും വേഗം അവനെ എന്റെ മുന്നിലെത്തിക്കണം. ശരി ഏട്ടാ. എന്തിനാ ഏട്ടാ? അതൊന്നും വേണ്ട, വിട്ടേര്. മിണ്ടരുതെന്ന് എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. എന്റെ മോള് വാ. ഫ്രീ ആണോ? അതെ മോളെ, എന്താ?
അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ മോളെ, എന്താ? അത് എനിക്കൊരാളെ ഇഷ്ടാ. ആരാ അത്? അത് അത് ഏട്ടൻ അറിയുന്ന ആളാ. ആര്? ഹരി സർ. മോൾ ഇത് അവനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവനിഷ്ടമാണോ? സാറിനറിയില്ല എന്റെ ഇഷ്ടത്തെ പറ്റി. ഏട്ടനെന്താ ഒന്നും മിണ്ടാത്തെ? മോളെ, ഹരി ഒരു പോലീസ് ഓഫീസറാ. അതിൻ്റെതായിട്ടുള്ള തിരക്കും കാണും. അതുകൊണ്ട് മോൾക്കിപ്പോ തോന്നിയ കാര്യം അവനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, അവൻ ഇതുപോലെ ഉള്ളതിനോട് താല്പര്യം കാണില്ലായിരിക്കും. ഏട്ടാ, അദ്ദേഹം നല്ല ആളായതുകൊണ്ടാ എനിക്ക് ഇങ്ങനെ തോന്നിയ. ഏട്ടൻ തെറ്റ് ചെയ്തപ്പോഴും കേസ് പോലും ആക്കാതെ അതെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയില്ലേ? എന്നെ ആപത്ത് വരാതെ സംരക്ഷിച്ചില്ലേ? അതൊക്കെ ഓർത്തപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് വല്ലാത്ത ബഹുമാനം തോന്നി, ഇഷ്ടവും തോന്നി. ഇത് സാറിനോട് പറയുന്ന മുന്നേ ഏട്ടനോട് പറയണമെന്ന് തോന്നി. മോളിപ്പോ പഠിക്കുമല്ലേ, അയാളോട് ഏട്ടൻ ഒരിക്കലും സംസാരിക്കാം. ബട്ട് ഇപ്പൊ മോള് അതൊക്കെ മനസ്സിന്ന് വിട്. മോൾ ഇക്കാര്യം ഇനി ചിന്തിക്കാനേ പാടില്ല, കേട്ടോ? അപ്പൊ സാറിനോട് ഞാൻ പറയണ്ടേ ഈ കാര്യം? വേണ്ട മോളെ, ടൈം ആകുമ്പോ എല്ലാം ശരിയാക്കാം. ശരി ഏട്ടാ. അവൻ ഇനി ഈ ഭൂമിയിലുണ്ടാവാൻ പാടില്ല. സഞ്ജയ്, നീ കേറ്. എങ്ങോട്ടാ ഏട്ടാ? ഇനി മുതൽ നീ ബിസിനസ് കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആവണമെന്ന് ഏട്ടൻ പറഞ്ഞു. നിന്റെ MBA കഴിയാറായില്ലേ? കേറ് നീ. ഇന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ ഏട്ടാ. സർ, അവനെ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അവന്റെ പെങ്ങളും കൂടെയുണ്ട്. ആ പെണ്ണിനെ എന്തിനാ കൊണ്ടുവന്നേ? അവളെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴാ അവനെ കീഴടക്കാൻ പറ്റിയേ. ശരി. സഞ്ജയ്, നീയും വാ. ഏട്ടാ, ഒരു കോൾ ചെയ്തിട്ട് വരാം. നിനക്ക് ഇപ്പോഴെങ്കിലും നല്ലത് തരാൻ പറ്റി. പെങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ ഹാരിസാറിന് ബുദ്ധി വന്നു. നിനക്കൊക്കെ എന്താണോ വേണ്ടത്? നിനക്ക് എന്നെയല്ലേ വേണ്ടേ? ഇവളെ വിട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നിങ്ങളൂടെ കാണട്ടെ ഏട്ടന്റെ അവസ്ഥ. മോളെ, നിന്റെ പേരെന്താ? കൃഷ്ണേന്ദു. ഇവളല്ലേ അന്ന് വന്നത്? നീയല്ലേ എന്റെ സഞ്ജയുടെ ഫ്രണ്ട് എന്നും പറഞ്ഞ് വന്നത്? എന്താ ഏട്ടാ വിളിച്ചേ? കിച്ചു? അല്ല, ഇത് ആര്? ഹരിസാറും കൂടെ പെങ്ങളും ഉണ്ടല്ലോ. ഏട്ടാ, ഇവളെ ഏതാണെന്നറിയാമോ? അന്ന് ബർത്ത്ഡേക്ക് വന്നവൾ. ഓഹോ, അപ്പൊ സ്പൈ ആയിട്ട് ഇവളെ പറഞ്ഞു വിട്ടേക്കുമായിരുന്നു നീ? മര്യാദയ്ക്ക് സംസാരിക്കണം. ആണോടി, നീ സ്പൈ ആയി വന്നതായിരുന്നോടി? വിടടാ അവിടെ. ഏട്ടാ ഏട്ടാ, വേണ്ട, അവിടെ വിട്. നീ മാറി ചെയ്. ഏട്ടാ വിട്. ആ കുട്ടി എന്ത് ചെയ്തു? ഹരി, നിന്നോട് ഞാൻ പറഞ്ഞു തീക്കൊള്ളി കൊണ്ട് കളിക്കരുതെന്ന്. ഇപ്പൊ നിന്റെ പെങ്ങളെ കൂടെ ഇതിൽ വലിച്ചിടേണ്ടി വന്നില്ലേ? നീ എന്താ വിചാരിച്ച് ഞാനിതൊക്കെ കണ്ട് പേടിച്ചു പോകുന്നു? ഇല്ലടാ. നിന്നെ. അയ്യോ സാർ, വേണ്ട. ഏട്ടനൊന്നും ചെയ്യില്ല, പ്ലീസ്. നിന്റെ ഏട്ടൻ ഒന്നും ചെയ്യണ്ടെങ്കിൽ നീ പറ നിന്റെ ഏട്ടനോട്. അവനായിട്ട് നശിപ്പിച്ച ഞങ്ങളുടെ ഇടയിൽ അവനായിട്ട് ക്ലിയർ ആക്കി തരാൻ. അയ്യോ പ്ലീസ്, വേണ്ട. ഏട്ടനൊന്നും ചെയ്യില്ല, പ്ലീസ്. നിർത്താനല്ലേ പറഞ്ഞത്? എന്താ ഏട്ടാ ഇത്? ഹരി എങ്ങനെ അടിച്ച എല്ലാം ഓക്കെ ആകുന്നു? പോയടിയിൽ പോയി. ഇനി ആര് പറഞ്ഞാൽ തന്നെ അത് ഓക്കെ ആകുമോ? എന്തിനാ വെറുതെ ഇങ്ങനൊരു സീൻ? നീ പറഞ്ഞതല്ലേ സഞ്ജു മോളുടെ പേരിൽ കേസാകുന്നതാണെന്ന്? ഇവനെ എല്ലാത്തിനും കാരണം. ഇവനെ ഞാൻ വെറുതെ വിടില്ല.
ജയ് നീ ചെല്ല. അവൻ നമ്മുടെ പെങ്ങളെയാ കൊടുക്കാൻ നോക്കിയത്. നീ തല്ല അവനെ. ഏട്ടാ ഞാൻ ചെല്ലാം. ചെല്ല് ജയ്. വേണ്ട, ഏട്ടനൊന്നും ചെയ്യില്ല. കിച്ചു സോറി. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തുടയിൽ നിന്ന് പൊട്ടലുണ്ട്, പിന്നെ ഹെഡ് ഇഞ്ചറിയും, ബട്ട് സീരിയസ് അല്ല. സ്പൈൻ ഇഞ്ചറി ഉണ്ട്, ഇപ്പൊ സെഡേഷൻ ഇല്ല. എന്റെ ഏട്ടൻ പേടിക്കണ്ട. മെഡിസിനോട് റെസ്പോൺസ് ഉണ്ട്. റിക്കവർ ആയി വരാൻ ടൈം എടുക്കും. നടക്കാൻ ബുദ്ധിമുട്ട് കാണും. ഈ മെഡിസിൻ പുറത്തുനിന്ന് വാങ്ങാനുള്ളതാ. ഓക്കെ സിസ്റ്റർ, ഞാൻ കൊണ്ടുവരാം. കിച്ചു നിങ്ങളോ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കിച്ചു ഞാൻ എന്റെ അടുത്ത് വന്നു പോകല്ലേ. കിച്ചു ഞാനൊന്ന് പറയട്ടെ. ഇനി എന്ത് പറയാനാ? ചെയ്തിടത്തോളം എല്ലാം എനിക്ക് മതിയായി. കിച്ചു പ്ലീസ് താൻ. വേണ്ട ജി, എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. കിച്ചു അങ്ങനെ പറയല്ല. ചേട്ടനെ ഈ അവസ്ഥയിലാക്കി നിങ്ങളോട് ഞാൻ എന്താ പറയണ്ടേ? പറ. ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഒന്നും ചെയ്യില്ലേന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്തിനാ വന്നത്? ചത്തോന്നറിയാനോ? കിച്ചു സോറി. ഈ ഏട്ടൻ പറഞ്ഞപ്പോ എനിക്ക് വേറെ പണിയില്ലായിരുന്നു. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇനി എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി എന്റെ അടുത്ത് നിങ്ങൾ വരരുത്. കിച്ചു എനിക്ക് വിടല്ലേ, എന്നെ തൊട്ടു പോകരുത്. കിച്ചു